നിങ്ങൾ എന്തായാലും മസ്റ്റ് ബൈ എന്ന് പറയുന്ന ഒരു സാധനമായിട്ടല്ല ഇതൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഹലോ, നമ്മളിപ്പോ കുറെ നാളായില്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട്. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ചെറുതായിട്ട് ഫോക്കസ് ഒന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട്. ഇങ്ങനൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ആണ് കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ്, പക്ഷെ ഇങ്ങനൊരു ലോങ് വീഡിയോ. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ബ്ലോഗ് ടൈപ്പ് വീഡിയോസ് എന്ന് മാറി കുറച്ചൊരു ബ്യൂട്ടി റിലേറ്റഡ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെയർ കെയർ ടൂൾസ്, എന്റെ കയ്യിലുള്ള കുറച്ച് ഹെയർ കെയർ ടൂൾസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം സാധാരണക്കാർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന എല്ലാ വിധത്തിലുള്ള ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറച്ചധികം ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ എൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ഓർഡർ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഞാൻ ഞാൻ ഏത് ഓർഡറിലാണോ ടൂളുകൾ വാങ്ങിച്ചിട്ടുള്ളത് ആ ഓർഡറിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ഞാൻ ഇതിങ്ങനെയൊക്കെ പിടിച്ച് വന്ന സമയത്താണ് നമ്മുടെ ക്യാമറ ഓഫ് ആയി പോയത്. ഞാനിപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ഇതാണ് ഏറ്റവും ആദ്യം വാങ്ങിച്ച സംഭവം കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്തിനാ ആദ്യം വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കേളി ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ്. ഇതുണ്ട്, ഇതിനെയാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. നമ്മളിത് ഫിലിപ്സിന്റെ തന്നെ, ഒട്ടും കുറച്ചില്ല, ഫിലിപ്സിന്റെ തന്നെ സംഭവം ഐറ്റമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഫിലിപ്സിന്റെ ഡിഫ്യൂസർ ഉള്ള ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിനൊരു കൂളിംഗ് ബട്ടൺ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇതിന്റെ തന്നെ എന്താ പറയാ, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഇതിലൊക്കെ ഞാൻ ഫോക്കസ്ഡ് ആയിരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെയോ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂളിംഗ് ബട്ടൺ ഉണ്ട്, പിന്നെ ഇതിനകത്ത് രണ്ട് സ്പീഡും 2 ഹീറ്റ് സെറ്റിങ്സും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഒരു ഡിഫ്യൂസറും അതേപോലെ ഇങ്ങനെ ഒരു സംഭവമാണ്. ഇന്നേ വരെ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് യൂസ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫ്യൂസർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ കൂളിംഗ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത്ര ചൂടുണ്ടാവില്ല. ഇത് അമർത്തി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കൂടുതൽ എയർ ഡ്രൈ ആണ് ചെയ്യാറുള്ളത്. അധികം ഞാനിങ്ങനെ ഈ ഡിഫ്യൂസറോ ഈ ഡ്രയർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതെനിക്ക് അത്ര വലിയ യൂസ് ഇല്ല, പക്ഷെ ഇത് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടി ചൂടാക്കിയല്ലോ, മുടി ഉണക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് യൂസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ കൂടുതലും എയർ ഡ്രൈ ആണ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരങ്ങളിലാണ് കുളിക്കാറുള്ളത്. രാവിലെ കുളിച്ച് പുറത്തേക്ക് പോകല് പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ രാവിലെ കുളിച്ച് പോയാൽ തന്നെ എനിക്ക് ഇത് വെച്ചിട്ട് ഉണക്കി പോകാനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോവും, ഉണങ്ങുമ്പോൾ ഉണങ്ങട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഉണ്ട് ഈ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചുമ്മാ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ പാർലറിലൊക്കെ ഡ്രൈ ചെയ്യില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഐറ്റം നമ്പർ 1, യൂസ്ഫുൾ ഇഫ് റിക്വയർഡ്. നിങ്ങൾക്ക് എയർ ഡ്രൈ ചെയ്താൽ മതി. എസ്പെഷ്യലി കേളി ഹെയർ ഉള്ള ആൾക്കാർക്ക് എയർ ഡ്രൈ ആണ് ഈസി. അടുത്ത നമ്മുടെ ഐറ്റാണ് കേളർ. ഇത് ഞാൻ എന്തോ വാങ്ങിയത്, എനിക്കിപ്പോഴും അറിയില്ല. ഈ കേളി ഹെയർ ഉള്ള ഞാൻ ഈ കേളർ എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 680 റുപ്പീസോ മറ്റോ ഉള്ളൂ. അഗാരോലിയാണ് ഈ കേളർ. ഇതിന് ഒറ്റൊരു ഹീറ്റ് സെറ്റിങ്സേ ഉള്ളൂ. ഇത് അടിപൊളിയാണ്, പ്രോഡക്റ്റ് വൈസ് ഇത് അടിപൊളിയാണ്. പക്ഷെ ഞാനിത് എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. അതിലും എളുപ്പമാണ് എനിക്ക് നല്ല രീതിയിൽ മുടി സെറ്റ് ഇടാന്നുള്ളത്. അതിലും എളുപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സെറ്റ് ചെയ്യും. ഇപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു അരമണിക്കൂർ ഒന്ന് കുളിച്ചാൽ മതി. നല്ല വൃത്തിയായിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാളേക്ക് നല്ല അടിപൊളി ഗേൾസ് ഉള്ള ഹെയർ കിട്ടും. ഇപ്പോഴത്തെ എൻ്റെ മുടി നോക്കണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ സ്റ്റൈൽ ചെയ്തതാണ്. സ്റ്റൈൽ ചെയ്തൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ലിവിങ് കണ്ടീഷണർ ഇട്ടിട്ടേ ഉള്ളൂ. ആ കുളി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് ഒരുപാട് യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് ആ യാത്ര അവസാനിക്കുന്നതാ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയമാണ്. ഇത്തിരി മുമ്പേ കൂടെ ഞാൻ പുറത്തു പോയി വന്നേ ഉള്ളൂ. എന്നിട്ടും എനിക്ക് അത്യാവശ്യം കേൾസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. വല്ലാതെ ഇങ്ങനെ പുഫ്ന്നൊന്നും പറഞ്ഞിട്ട് കിടക്കണില്ല. എന്നിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതിന് ഇത്രയല്ലേ വിലയുള്ളൂ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇതൊരു തവണ ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ഇത് കേൾസ് ഇപ്പൊ നമുക്ക് ഒരുപാട് വലിയ വലിയ കേൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ കേൾസ് ചെയ്തുകൊണ്ട് ഒരുപാട് മുടി എടുത്തിട്ട് കേൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് എമൗണ്ട് മുടി എടുക്കാതെ ഇത്രയും എമൗണ്ടിൽ ഇത്രയും അളവ് മുടിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ഇങ്ങനെ ചുരുട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ചുരുട്ടി 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 ഈ മുടി ഫുൾ നമ്മൾ ചുരുട്ടി എടുക്കണ്ടേ, അതിന് കുറച്ചധികം സമയം എടുക്കും. പിന്നെ മാത്രമല്ല ഒരുപാട് സ്ട്രെയിറ്റ് ഹെയർ, നല്ല സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്ക് വർക്കാവില്ല. ഞാൻ നോക്കിയിട്ട് വർക്കായിട്ടില്ല. ഇനി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന നോക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് വർക്കായിട്ടില്ല. നല്ല സ്ട്രെയിറ്റ് ഹെയറിൽ ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കി, നടന്നിട്ടില്ല. അപ്പം ഇത് എനിക്ക് തോന്നണില്ല കേൾ ഹെയർ ഉള്ള ആൾക്കാർ വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഒരു ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഒന്ന് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഫ്രണ്ടിൽ 1-2 മുടികൾ മാത്രം കേളാക്കി ഇടണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ്. ആ ക്രീമും കൂടെ ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ കേളാക്കി ഇടുക. അത് ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരല്ല, കുറച്ച് അതായത് നമുക്ക് നമ്മുടെ മുടി പിടിച്ചാൽ അറിയാം. ഭയങ്കര ചില മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരുത്തുണ്ടെന്ന് പറയും നമ്മൾ. അതായത് തിക്നെസ് എന്നുള്ളതല്ല, കരുത്താൻ മുടി പിടിച്ചാൽ നമുക്കറിയാം. അതിനെ നമുക്ക് പ്രത്യേകിച്ച് ഡാമേജ് വരുത്താൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനത്തെ മുടിയിൽ വർക്കാവില്ല. അല്ലാത്ത മുടി ഉണ്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്താലും വർക്കായി പോകുന്നൊരു ചില മുടികളുണ്ട്. ആ മുടിയിലൊക്കെ ഇത് വർക്കാവും. അപ്പം ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ മാത്രം കുറച്ച് മുടി കേളാക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫിലിപ്സിന്റെ സ്റ്റൈൽ കെയർ അഡ്വാൻസ്ഡ് നാച്ചുറലി സ്ട്രൈറ്റനിങ് ഹെയർ ഇൻ 5 minutes വിത്ത് കെരാറ്റിൻ പ്രൊട്ടക്ഷൻ ഹെയർ ബ്രഷ് ആണ് കേട്ടോ. ഞാൻ പെട്ടികളൊക്കെ ഇട്ട് സൂക്ഷിച്ചാണ് വെക്കുക എല്ലാ സാധനങ്ങളും. ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ ഓൾസോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിന്റെ ലിങ്ക് ഇപ്പൊ ഉണ്ടോ പരിപാടി എന്നൊന്നും അറിയില്ല. മുകളിൽ ഇങ്ങനെ കൊടുക്കാന്നൊക്കെ പറയില്ലേ, അതെന്തോ പരിപാടി എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പറയുന്നത് 5 minutes സ്ട്രെയിറ്റ് ആവുന്നതാണ്. 5 minutes നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചീകി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊന്നും കിട്ടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ഹെയർസ് ഡിപ്പെൻഡ്സ് ഓൺ ഹെയർ. അവിടെയും ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എൻ്റെ ഹെയറിൽ, എൻ്റെ പോലത്തെ തിക്നെസ് ഉള്ള ഒരു ഹെയറിൽ, അല്ലെങ്കിൽ ഇത്രയും കേളായിട്ടുള്ള ഒരു ഹെയറിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊന്നും കിട്ടില്ല. നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് വരും. ഇങ്ങനെ ഒരു ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ സെറ്റപ്പിലേക്കുള്ള ആ ഒരു ടൈപ്പ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഒരുപാട് നേരമൊന്നും നിൽക്കില്ല. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് അത് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ആ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അടുത്ത ഫോട്ടോ എടുക്കും, വീണ്ടും വന്ന് ചെയ്യും, അടുത്ത ഫോട്ടോ എടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ട്സിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ സ്റ്റൈൽ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അതല്ലാണ്ട് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം, എൻ്റെ പോലത്തെ മുടിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ ബേബി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറേയും കൂടെ നേരം നിൽക്കുമായിരിക്കും. ചിലപ്പോൾ ഒരു 2 to 3 hours ഒക്കെ നിൽക്കുമായിരിക്കും. എൻ്റെ മുടിയിൽ അത്ര നേരം നിന്നില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചീകി സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരേണ്ടി വരും. ആ സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും ഇങ്ങനെ അയൺ ചെയ്ത പോലെയൊന്നുമല്ല, നമ്മളൊരു ബ്ലോ ഡ്രൈ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഇതെനിക്ക് വർക്കായിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഒതുക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ഇങ്ങനെ പുഫിന്ന് നിൽക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കാൻ പറ്റും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു യൂസ്. നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് മനസ്സിലായല്ലോ? വേണമെങ്കിൽ പോയി വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. മനസ്സിലായോ? പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഫിലിപ്സിന്റെ തന്നെ കെരാറ്റിൻ സ്ട്രെയിറ്റ്നർ ആണ്. ഇത് നോർമൽ ഒരു സ്ട്രെയിറ്റ്നർ, നമ്മൾ പാർലറിലൊക്കെ സ്ട്രെയിറ്റ് ഇല്ലേ അതേപോലത്തെ ഒരു സ്ട്രെയിറ്റ്നറാണ്. അയൺ ചെയ്യാനൊക്കെ, മുടി അയൺ ചെയ്യാനൊക്കെ യൂസ് ചെയ്യില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. 1 to 2 ഹീറ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ്. നമുക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ സ്ട്രെയിറ്റൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാം. ഇതേ സെയിം സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ നല്ല രീതിയിൽ അയൺ ചെയ്ത് തരിക. എനിക്ക് പാർലറിലൊക്കെ പോയി ചെയ്ത് തരുമ്പോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു 3 daysലൊക്കെ അങ്ങനെയും നിൽക്കാറുണ്ട്. അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇതുകൊണ്ടൊക്കെ. പക്ഷെ അത്രയും ഹീറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുവിധം അത്രയും ഭയങ്കര വലിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരുവിധം ഒരു 3 to 4 hours നിൽക്കും.
അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നല്ല സാധനം. നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചുരുണ്ട മുടി എന്നെ പോലത്തെ മുടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. നമുക്ക് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. അധികം പ്രാക്ടീസ് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടി. എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ ഹെയർ ഉണ്ടല്ലോ, ഇതൊക്കെ എനിക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ട്രെയിറ്റ് ആവാറില്ല എനിക്ക് പൊതുവേ. പക്ഷെ എൻ്റെ കാര്യം നോക്കണ്ട, കാരണം എനിക്ക് തീരെ പ്രാക്ടീസ് ഇല്ല. ഞാൻ കൂടുതലും ഞാനിങ്ങനെ നാച്ചുറൽ ഹെയർ ആയിട്ടാണ് നടക്കാറുള്ളത്. ഏതെങ്കിലും ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും എനിക്ക് അവിടെ ടൈം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഫോട്ടോ എടുക്കാൻ ടൈം വേണം. ഐ മീൻ ഫോട്ടോ എടുക്കണമെങ്കിൽ മുമ്പ് ഒരുങ്ങണമെങ്കിൽ ടൈം വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം വേണം. ഒരു 1 hour വേണ്ടി വരുന്നത്. അതുപോലെ അയൺ ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം പക്ഷെ ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്ട്രെയിറ്റൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നല്ലതാണ്, വാങ്ങിക്കാം, കുഴപ്പമില്ല, നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്. അടുത്തൊരു സാധനമാണ് അഗാരോന്റെ വോളിമൈസർ ഹെയർ ഡ്രയർ HV2179 എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മറ്റേ നമ്മുടെ ഫിലിപ്സിന്റെ ഹെയർ ബ്രഷിന്റെ ഒരു എഫക്റ്റ് ആണ് വരിക. പെട്ടെന്ന് പോവും. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് തുറക്കട്ടെ. അപ്പൊ ഇത് അടിപൊളി സാധനമാണ്. ഈ പ്രൊഡക്റ്റ് വൈസ് ഇത് ഭയങ്കര നല്ല സാധനമാണ്. അതായത് നമുക്ക് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത എഫക്റ്റ് ഒക്കെ നല്ലോണം വരും. ഇത് ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് നേരത്തേക്ക് നിൽക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ ഫിലിപ്സിന്റെ ബ്രഷിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെയാണ്. പെട്ടെന്ന് ഈ സാധനം പോവും. പക്ഷെ എന്നാൽ പോലും നമുക്ക് അടിയൊന്ന് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് 2 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ 2 സാധനം വെച്ചിട്ട് നമുക്ക് ഇത് കമ്പൈൻ ചെയ്യാം. അതായത് ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാം. സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഇതുകൊണ്ട് തുമ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാർലറിൽ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ ബ്ലോ ഡ്രൈ ചെയ്ത പോലെ ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഹെയർ സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സെറ്റ്. അതുപോലെ ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ലോണം വർക്ക് ആയിരുന്നു കേട്ടോ. അപ്പം പക്ഷെ എഗെയിൻ അവിടെയും ടൈം കൺസ്യൂമിങ് ആണ്. ഈ വിധ എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ്നർ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫിലിപ്സ് ആ ബ്രഷിന്റെ ഒരു യൂസേ വരുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ലോണം വീണ്ടും പൊന്തി നിങ്ങളുടെ സാധാരണ മുടി പോലെ തന്നെ ആവും. ഇത് യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇതും കൂടെ ആവശ്യമാണ്. ഇത് വെച്ച് സ്ട്രെയിറ്റൻ ചെയ്ത ശേഷം ഇതുകൊണ്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അങ്ങനെയാണ് ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ, ഐ മീൻ ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം, ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും അടിപൊളി. ആസ് എ പ്രൊഡക്റ്റ് വൈസ് ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. വേറൊരു ഐറ്റം ഉണ്ട്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, റിവൈവിന്റെ ഹെഡ് മസാജർ. റിവൈവിന്റെ ആണ് കേട്ടോ. ഞാൻ ബ്രാൻഡിന്റെ പേര് ഞാൻ എപ്പോഴാണ് കെയർ സ്മിത്ത്. റിവൈവ് ഒന്ന് പുറത്തേരിക്കണ കെയർ സ്മിത്ത് ഏതിന്റെ നോക്കട്ടെ. കെയർ സ്മിത്ത് റിവൈവ് എന്നാണ്. അപ്പൊ അതിന്റെ ഹെഡ് മസാജർ ആണിത്. ഇതിന്റെ ഇങ്ങനെ പരസ്യം കാണില്ലേ, നമ്മളെ അഡ്വർടൈസ്മെന്റ് കാണില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് സുഖം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോഴുള്ള പരസ്യം കണ്ടില്ലേ, അത് കണ്ടിട്ട് എനിക്ക് തലവേദന സുഖമില്ല എന്ന് ഞാൻ പറയണില്ല, തലവേദനയൊക്കെ ഇപ്പൊ മാറും എന്നുള്ള ഒരു അസംഷനെ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. അങ്ങനെ വെക്കുമ്പോഴേക്കും തലവേദനയൊന്നും മാറില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഹെഡ് മസാജ്, വേറൊരാളെ ഹെഡ് മസാജ് ചെയ്ത് തരില്ലേ, ആ ഒരു എഫക്റ്റ് ഒന്നും ഇത് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എനിക്ക് തോന്നിയിട്ടില്ല. വേറൊരാളിങ്ങനെ ഹെഡ് മസാജ് ചെയ്ത് തരുന്ന ഒരു എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ കുറച്ച് ഭയങ്കര ഒരു ജെന്റിലായിട്ടൊരു മസാജ് ഇത് വെച്ചിട്ട് ഇങ്ങനെ കിട്ടും. തലവേദനയൊന്നും മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടോന്ന് നോക്കാം. മസാജ് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ചൊരു ഹെയറിന് കുറച്ച് നല്ലൊരു ഒരു ശക്തി കിട്ടുമല്ലോ, കുറച്ചൊരു നല്ല ഗ്രോത്ത്, അത്യാവശ്യം നല്ല ടെക്സ്ചറും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ മസാജ് ചെയ്യുമ്പോൾ. കാരണം ബ്ലഡ് ഫ്ലോ കൂടും, സയൻസ് ആണല്ലോ സംഭവം. അതുപോലെ ഇത് വർക്ക് ആവും. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര സുഖമായിട്ട് ഇരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒരു പൈസ ഇല്ലെങ്കിൽ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കൈ വെച്ചിട്ട് മസാജ് ചെയ്താലും മതി. സെയിം ടൈം തന്നെയാണ്. ടൈം നോക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് മസാജ് ചെയ്യുന്ന സെയിം ടൈം തന്നെയാണ് ഇത് വെച്ച് മസാജ് ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ടൈമിൻ്റെ കാര്യത്തിൽ യാതൊരു ലാഭവും ഇല്ല.
പൈസയുടെ കാര്യത്തിൽ ലാഭിക്കണമെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തോളൂ. പിന്നെ നമ്മുടെ പണിയുടെ കാര്യത്തിൽ അതിൻ്റെ കാര്യത്തിൽ ലാഭം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മളൊരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ. പിന്നെ വേറെ ആൾ വെച്ച് തരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ലാഭമൊന്നുമില്ല. അപ്പം നമ്മൾ കൈ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം. ഞാൻ ഈ പ്രോഡക്റ്റുകൾ എന്നും ഡിമോട്ടിവേറ്റ് ചെയ്യല്ല, ഐ മീൻ യൂസ് ചെയ്യരുതെന്ന് പറയല്ല. നമുക്ക് യൂസ്ഫുൾ ആണ് ഇത് പലതും. പക്ഷെ ഇതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ ടൂൾസ്, എൻ്റെ കയ്യിലുള്ള ഹെയർ കെയർ ടൂൾസ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഹെയർ കെയർ ടൂൾസാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു നോർമൽ ലൈഫിൽ സാധാരണ ഞാൻ എന്നും ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി. ഇങ്ങനെ പോലും ചിലപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്യില്ല, ഞാൻ വെറുതെ ചുമ്മാ കെട്ടി വെച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നാച്ചുറൽ ഹെയർ ആണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ചുമ്മാ ഹെയർ കണ്ടീഷണറും ലിവിങ് കണ്ടീഷണറും ചിലപ്പോൾ ഒരു ജെല്ലും ഇട്ടിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. പക്ഷെ നമുക്ക് ഫോട്ടോഷൂട്ടിനും മറ്റും ഇതൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ പ്രോഡക്ട്സ്. അപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഉള്ളൂ. ബൈ, സീ യു. സൈനിങ് ഓഫ്, സ്വാതി സൗദരി.